ഇന്ന് ഡിസ്നിലാൻഡ് പാരീസിലെ റെയിൽ റോഡിൽ കയറി പാർക്കിനു ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനാണ് ആദ്യം പലനാടൻ ട്രാവലർ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആവിയിൽ പ്രവർത്തിക്കുന്ന നാരോ ഗേജ് ട്രെയിനാണ് ഡിസ്നിലാൻഡ് റെയിൽ റോഡ്. പാർക്കിലെ റെസ്റ്റോറൻറ്റുകളിലെ പാചക എണ്ണ റീസൈക്കിൾ ചെയ്ത ശേഷമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പാർക്കിന് ചുറ്റും കറങ്ങിക്കാണാൻ ഉപയോഗിക്കുന്ന ഈ ട്രെയിനിന് 4 സ്റ്റേഷനുകളാണുള്ളത്. ഇതിൽ എവിടെ നിന്നും കയറുകയോ ഇറങ്ങുകയോ ചെയ്യാം. മുഴുവൻ കാഴ്ചകൾ കണ്ടു വരുവാൻ ഏകദേശം 20 മിനിറ്റ് സമയമെടുക്കും. വിശ്രമത്തോടൊപ്പം ഒരു ഉല്ലാസയാത്രയും കൂടി പ്രദാനം ചെയ്യുന്നതാണ് ഈ ട്രെയിൻ യാത്ര. മെയിൻ സ്ട്രീറ്റ് USA സ്റ്റേഷൻ, ഫ്രോണ്ടിയർ ലാൻഡ് ഡിപ്പോ, ഫാൻറ്റസി ലാൻഡ് സ്റ്റേഷൻ, ഡിസ്കവറി ലാൻഡ് സ്റ്റേഷൻ എന്നിവയാണ് 4 ട്രെയിൻ സ്റ്റേഷനുകൾ. പ്രകൃതി രമണീയമായ കാഴ്ചകളും വന്യമൃഗങ്ങളും അടങ്ങുന്ന പശ്ചാത്തല രൂപീകരണത്തിലാണ് ഈ പ്രദേശം പണി കഴിപ്പിച്ചിട്ടുള്ളത്. കാലിഫോർണിയയിലെ ഒറിജിനൽ ഡിസ്നിലാൻഡ് റെയിൽ റോഡിന് സമാനമായ കാഴ്ചകൾ നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ലോക്കോമോട്ടീവുകളും കാറുകളും 19-ാം നൂറ്റാണ്ടിലെ ക്ലാസിക് സ്റ്റീം ട്രെയിനുകൾ പോലെ ആകർഷണീയമായ നിറങ്ങളിൽ മരപ്പണികളൊക്കെ ചെയ്താണ് ഈ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ യാത്രയോടൊപ്പം ഓരോ പ്രദേശത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും നമുക്കിതിനകത്ത് കേൾക്കുവാൻ കഴിയും. നിരവധി ആളുകളാണ് ഈ ട്രെയിൻ യാത്ര അനുഭവിക്കാനായി ഓരോ സ്റ്റേഷനുകളിലും കാത്തു നിൽക്കുന്നത്. പാർക്കിലൂടെ നടന്ന് കാഴ്ചകൾ കണ്ട് തളർന്നിരിക്കുന്നവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വലിയ അതിശയകരമായ യാത്രയാണിത്. ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം പാർക്കിൻ്റെ ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഫ്രോണ്ടിയർ ലാൻഡിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. മെയിൻ സ്ട്രീറ്റ് USA മുൻപിലൂടെ നടന്ന് ഇടതുവശത്തേക്ക് പോയാൽ നമ്മൾ എത്തിച്ചേരുന്നൊരിടം കൂടിയാണിത്. ധാരാളം ആളുകൾ ഇതിനകത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി വരികയാണ്. ഈ കോട്ടയുടെ വിശാലമായ പ്രവേശന കവാടത്തിൽ തന്നെ തടികളിൽ ഫ്രോണ്ടിയർ ലാൻഡ് എന്ന് കൊത്തിവച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. വലിയ തടികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഗേറ്റും പ്രവേശന കവാടവുമൊക്കെ സന്ദർശകർക്ക് ഒരു നവ്യ അനുഭവമാണ് സമ്മാനിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആനക്കൊട്ടിലുകളാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പ്രവേശന കവാടത്തിന് അരികിലായി തന്നെ ഒരു പഴയ പീരങ്കിയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെ കാണുന്ന വഴിയിലൂടെ നമുക്കിതിൻ്റെ മുകളിലെ കാഴ്ചകളിലേക്കും കെട്ടിടങ്ങളിലേക്കുമൊക്കെ പ്രവേശിക്കുവാൻ കഴിയും. ചെറുതും വലുതുമായ തടികൾ കൊണ്ടാണ് ഈ പാത മുഴുവനും ഒരുക്കിയിട്ടുള്ളത്. പഴയ ഒരു പാശ്ചാത്യ നഗരത്തിൻ്റെ രൂപത്തിലാണ് ഈ പ്രദേശം നിർമ്മിച്ചിട്ടുള്ളത്.
സന്ദർശകരെ അമേരിക്കൻ ഓൾഡ് വെസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രമേയ ഭൂമിയാണ് ഫ്രോണ്ടിയർ ലാൻഡ്. കെട്ടിടത്തിൻ്റെ മേൽക്കൂരകൾക്ക് മുകളിൽ മാനിൻ്റെ ഒറിജിനൽ കൊമ്പുകളും നമുക്കിവിടെ കാണാനാകും. ഈ കാഴ്ചകൾ കണ്ട് താഴെ എത്തിയാൽ സുവനീറുകൾ വാങ്ങാൻ കിട്ടുന്ന ഷോപ്പുകളിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഓരോ റൈഡുകൾക്കനുസരിച്ചുള്ള രീതിയിലാണ് ഇത്തരം ഷോപ്പിംഗ് ഏരിയകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സുവനീർ കടയുടെ മുഴുവൻ ഏരിയയും വലിയ മരത്തടികൾ കൊണ്ട് തന്നെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ എത്തിപ്പെടുന്നത് ഒരു ചെറിയ കാട്ടിലേക്കാണ്. അവിടെ നമുക്ക് പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകി വരുന്ന കാട്ടരുവിയും ഒപ്പം കാടിൻ്റെ ഭംഗിയും ചീവീടുകളുടെ കരച്ചിലും ശബ്ദവും ഒക്കെ ആസ്വദിക്കുവാൻ കഴിയും. പാർക്ക് സന്ദർശകർക്ക് ശരിക്കും ഒരു കാട്ടിലെത്തിയ അവസ്ഥയാണ് ഇവിടെ സമ്മാനിക്കുന്നത്. തൊട്ടടുത്തായി തന്നെ ചെറിയ കൂടാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവയിൽ നിന്നുമൊക്കെ വെളുത്ത പുകയും പുറത്തേക്ക് ഉയരുന്നുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ മരത്തടികളിൽ ഉണങ്ങിയ പുൽച്ചെടികൾ കൊണ്ട് തീർത്ത കൂണുപോലെയുള്ള കൂടാരങ്ങളെയും ഒപ്പം സുന്ദരമായ നടപ്പാതയും നമുക്ക് കാണാനാകും. ഈ വഴികളിലൂടെ സഞ്ചരിച്ചാൽ അഡ്വഞ്ചർ ലാൻഡിൻ്റെ ഒരു കവാടത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. ഈ പ്രദേശത്തോട് സഞ്ചരിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് ലഭിക്കുക. അഡ്വഞ്ചർ ലാൻഡിൻ്റെ സാഹസികതയും വിചിത്രവുമായ കാഴ്ചകൾക്ക് പ്രചോദനമാകുന്ന വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും സുവനീറുകളും ഒക്കെ വിൽക്കുന്ന ഏരിയയാണ് ഈ ഇടതുവശത്ത് കാണുന്ന ലാ ജിറാഫ് ക്യൂറിയസ്. തിരക്കേറിയ അറേബ്യൻ ബസാറുകൾ, നിഗൂഢത നിറഞ്ഞ വനപ്രദേശങ്ങൾ, കടൽക്കൊള്ളക്കാരുടെ കപ്പലുകളും കാഴ്ചകളും ഉൾപ്പെടുന്ന മറ്റൊരു മുഖമാണ് അഡ്വഞ്ചർ ലാൻഡ് നമുക്ക് സമ്മാനിക്കുന്നത്. മുന്നോട്ട് നടക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ജീപ്പും നമുക്കിവിടെ കാണാനാകും. ഇന്ത്യാന ജോൺസിലൊക്കെ കണ്ട പോലെയുള്ള ഒരു ജീപ്പാണിത്. മുന്നോട്ട് പോകുമ്പോൾ പുല്ലുകൾ കൊണ്ട് മേഞ്ഞ കെട്ടിടങ്ങളും റെസ്റ്റിംഗ് ഏരിയയും റെസ്റ്റോറൻറ്റുകളുമൊക്കെ ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഈ കാഴ്ചകളൊക്കെ ഇവിടെ വച്ച് നിർത്തി ഞാൻ വലത്തേക്ക് തിരിഞ്ഞ് സഞ്ചരിക്കാൻ തീരുമാനിച്ചു. അഡ്വഞ്ചർ ലാൻഡിലെ കൂടുതൽ കാഴ്ചകൾ ആ പ്രദേശത്തേക്കാണുള്ളത്.
ഇവിടെയും തടി കൊണ്ട് നിർമ്മിച്ച പാലത്തിലൂടെ വേണം എനിക്ക് അപ്പുറത്തേക്ക് കടക്കുവാൻ. മുന്നോട്ട് നടന്നപ്പോൾ ചെറിയ ജലാശയവും അരുവിയും പാറക്കൂട്ടങ്ങളുമൊക്കെ ഉള്ള പ്രദേശത്തേക്കാണ് ഞാൻ എത്തിപ്പെട്ടത്. പായൽ പിടിച്ച പാറക്കൂട്ടത്തിനിടയിലൂടെ കാട്ടരുവി താഴേക്ക് ഒഴുകുന്ന സുന്ദരമായൊരു കാഴ്ചയാണിത്. നിഗൂഢതകൾ നിറഞ്ഞ വഴികളിലൂടെയൊക്കെ നമുക്കിവിടെ സഞ്ചരിക്കേണ്ടി വരും. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മറ്റൊരു ലോകത്തേക്കാണ് ഞാൻ എത്തിപ്പെട്ടത്. ഈ കാണുന്ന വഴികളിലൂടെ മുകളിലേക്ക് സഞ്ചരിച്ചാൽ ഒരു തൂക്കുപാലത്ത് എത്തിച്ചേരാനാകും. പോകുന്ന വഴികളിലൂടെയുള്ള മരങ്ങളിൽ നമ്മുടെ കാടുകളിൽ കാണുന്നത് പോലെയുള്ള ഏറുമാടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ കയറി കാഴ്ചകൾ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി കാഴ്ചകൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത് തീർക്കേണ്ടതിനാൽ ആ ഉദ്യമത്തിനൊന്നും ഞാൻ മുതിർന്നില്ല. തൂക്കുപാലത്തിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന വലിയ തൂണിന്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പാലത്തിലൂടെ കുട്ടികളും മുതിർന്നവരും ഒക്കെ തുള്ളിച്ചാടി കളിച്ചു പോവുകയാണ്. നമ്മൾ പതുക്കെ നടന്നാൽ തന്നെ ഈ പാലം നന്നായി കുലുങ്ങും. അതാണ് ഇതിന്റെ പ്രത്യേകത. പൈറേറ്റ്സ് ഓഫ് കരീബിയൻ ചിത്രത്തെ ആധാരമാക്കിയുള്ള ആർട്ട് ഏരിയയാണ് തൊട്ടപ്പുറത്തായി കാണുന്നത്. ഈ കാഴ്ചകൾക്ക് ശേഷം ഞാൻ ആ ഏരിയയും സന്ദർശിക്കുന്നുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട ഒരു ബോട്ടും അതിനുള്ളിലൂടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നടപ്പാതയുമൊക്കെ അടങ്ങുന്ന മറ്റൊരു കാഴ്ചയും നമുക്കിവിടെ നിന്നാൽ കാണാനാകും. സ്റ്റീൽ റോപ്പുകളിൽ കയറുകൊണ്ട് വരിഞ്ഞാണ് ഈ തൂക്കുപാലം തയ്യാറാക്കിയിരിക്കുന്നത്. നടപ്പാത പലകയാണ്. ഇതിലൂടെ നടക്കുമ്പോഴുള്ള കിടുകിടാ ശബ്ദം ആരുടെ ഉള്ളിലും ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാക്കും. അതുതന്നെയാണ് ഈ റൈഡിൻ്റെയും ഉദ്ദേശ ലക്ഷ്യം. പാലത്തിലൂടെ നടന്ന് ഇപ്പുറത്തെത്തിയാൽ കാണുന്ന കാഴ്ചകളാണിത്. ഇനി ഈ പാറക്കെട്ടുകൾക്ക് ഉള്ളിലൂടെ ഇറങ്ങി താഴെ പൊളിഞ്ഞ ബോട്ട് കിടക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. കൃത്രിമമായി നിർമ്മിച്ച ഏരിയയാണിതെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അത്രയ്ക്കും ഗംഭീരമായാണ് ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത്. നല്ല തണുപ്പാണ് ഇതിന് ഉൾവശത്ത്. പുറത്തേക്കെത്തിയാൽ നമ്മൾ എത്തിപ്പെടുന്നത് ഈ നദീതീരത്തേക്കാണ്. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടവും ഒക്കെ നമുക്ക് കാണാനാകും. പൈറേറ്റ്സ് ഓഫ് കരീബിയൻ ചിത്രത്തിലെ ക്യാപ്റ്റൻ ഹുക്സിന്റെ ഷിപ്പാണ് ഈ കാണുന്നത്. ഈ സിനിമ കണ്ടവർക്ക് ഈ ഷിപ്പിന്റെ കൂടുതൽ കാഴ്ചകൾ മനസ്സിലേക്ക് ഓടിയെത്തും.
ഡെവി ജോൺസ് ലോക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന നിഗൂഢതകൾ നിറഞ്ഞൊരു പ്രദേശത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇരുട്ടത്ത് കടവാവലുകളുടെ പേടിപ്പിക്കുന്ന ശബ്ദത്തോടൊപ്പം കുത്തനെ താഴേക്ക് പതിക്കുന്ന അരുവിയുമൊക്കെയാണ് ഇതിനുള്ളിലെ പ്രത്യേകതകൾ. നോട്ടിക്കൽ നാടോടി കഥകളിലും പൈറേറ്റ്സ് ഓഫ് കരീബിയനിലെ കേന്ദ്ര കഥാപാത്രമായുമൊക്കെ ഡെവി ജോൺസ് പ്രത്യക്ഷപ്പെടുന്നു. നിഗൂഢതകൾ നിറഞ്ഞ ഇരുണ്ട ഗുഹകളും പേടിപ്പിക്കുന്ന അന്തരീക്ഷവുമൊക്കെയാണ് ഇതിനകത്തെ പ്രത്യേകതകൾ. നിധികൾ നിറഞ്ഞ കടൽ തീരത്തെയും കടൽ കൊള്ളയെയും ആധാരമാക്കിയാണ് ഈ സ്ഥലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിചിത്രമായ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം പിന്നെ ഞാൻ പോയത് ബിഗ് തണ്ടർ മൗണ്ടൻ റൈഡിൻ്റെ അടുത്തേക്കാണ്. അടുത്ത 20 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇതിനകത്തേക്ക് കയറുവാൻ കഴിയുകയുള്ളൂ. ഡിസ്നിലാൻഡ് പാരീസിലെ ഏറ്റവും പ്രശസ്തമായ റൈഡുകളിൽ ഒന്നാണിത്. ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ എന്തോ കുഴപ്പം പിടിച്ച സ്ഥലം പോലെയാണ് ഫീൽ ചെയ്യുക. ഖനന പ്രവർത്തനങ്ങളോട് സാമ്യമുള്ള പ്രദേശമാണിത്. ഇവിടെ നമുക്ക് അതിൻ്റെ ഉപകരണങ്ങൾ, ഖനന വണ്ടികൾ, വലിയ യന്ത്രഭാഗങ്ങൾ തുടങ്ങിയവ അവിടെവിടെയായി ചിതറിക്കിടക്കുന്ന ഒരു കാഴ്ചയിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. നദിക്കരയിൽ അപ്പുറത്ത് കാണുന്ന ചുവന്ന പാറക്കെട്ടുകളോട് കൂടിയുള്ള ദ്വീപ് പ്രദേശമാണ് ബിഗ് തണ്ടർ മൗണ്ടൻ. അതിനകത്തുകൂടിയാണ് നമ്മൾ റൈഡിൽ പോകുന്നതും വരുന്നതും. ഇവിടെ സവാരിയുടെ തുടക്കത്തിലും അവസാനത്തിലും റോളർ കോസ്റ്റർ വെള്ളത്തിനടിയിലൂടെയൊക്കെ സഞ്ചരിച്ച് അത്ഭുത കാഴ്ചകൾ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ റൈഡിൽ പോയി ആർത്തുല്ലസിച്ച് തിരിച്ചു വരുന്ന സഞ്ചാരികളെയും എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അമേരിക്കൻ ഓൾഡ് വെസ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ള അതിവേഗ മൈൻ റോളർ കോസ്റ്ററാണ് ഈ ബിഗ് തണ്ടർ മൗണ്ടൻ. ഇതിൻ്റെ പ്രധാന ആകർഷണീയത പ്രേതബാധയുള്ള സ്വർണ്ണഖനിയാണിത്. ബിഗ് തണ്ടർ മൗണ്ടൻ എന്ന ഈ പ്രദേശത്ത് സ്വർണം കണ്ടെത്തുന്നതും തുടർന്നുള്ള ശാപത്തെയും ആധാരമാക്കിയാണ് ഇതിൻ്റെ റൈഡുകളും കഥയുമൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ യന്ത്രഭാഗങ്ങളും പൽചക്രങ്ങളുമൊക്കെ കറങ്ങുന്നതും കാണാനാകും. ഈ കാണുന്ന ചെറിയ ബോട്ടുകൾ പോലെയുള്ളതാണ് റോളർ കോസ്റ്റർ. ഇനി നമുക്ക് കുറച്ച് സമയം ഈ റൈഡിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം.
മികച്ച ശബ്ദ സാങ്കേതിക വിദ്യയുടെയും ത്രില്ലടിപ്പിക്കുന്ന റൈഡിംഗ് അനുഭവങ്ങളുടെയും ഒക്കെ പിൻബലത്തിൽ ഒരു കിടിലൻ റൈഡിൽ പങ്കെടുക്കുവാൻ എനിക്കും സാധിച്ചു. ഇതുപോലെ ഒരു അത്യുഗ്രൻ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ സിനിമയെ ആധാരമാക്കിയുള്ള റൈഡും ഇതിനകത്തുണ്ട്. അതിൻ്റെ ഗംഭീര കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ പലനാടൻ വരുന്നതാണ്. ഈ റൈഡിൻ്റെ ഇടയിൽ നമ്മളറിയാതെ നമ്മുടെ ഫോട്ടോ ഇവിടെ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. അതിൻ്റെ പ്രിൻ്റുകൾ നമുക്ക് പണം നൽകി കരസ്ഥമാക്കാൻ കഴിയും. അത്തരം ഏരിയയാണ് ഈ കാണുന്നത്. നമ്മുടെ ഷൂട്ടിംഗ് കഴിവുകളൊക്കെ പരിശോധിക്കുവാനുള്ള പ്രത്യേക ഏരിയയും ഇവിടെ തൊട്ടടുത്തായി തന്നെ ഡിസ്നി ഒരുക്കിയിട്ടുണ്ട്. ഇത്തരം റൈഡുകളിൽ നമുക്ക് സാധാരണ പാസിൽ പങ്കെടുക്കുവാൻ കഴിയുകയില്ല. ഇതിൽ പങ്കെടുക്കുവാൻ നമ്മൾ പ്രത്യേകിച്ച് പണം നൽകണം. ഡിസ്നിലാൻഡ് പാരീസിൻ്റെ കാഴ്ചകളുമായി പലനാടൻ്റെ യാത്രകൾ തുടരുകയാണ്. പുതിയ കാഴ്ചകളും റൈഡുകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഒപ്പം വരൂ, ഒത്തിരി കാണാം.